ഓണക്കാലത്ത് കാണാനുള്ള അവസരം ഒരുക്കുന്നതിനോടൊപ്പം ഭഗവാൻ മഹാബലിക്ക് മറ്റൊരു അനുഗ്രഹവും നൽകി. ലോകം മുഴുവൻ കാക്കുന്ന ഭഗവാൻ മഹാബലിയുടെ കൊട്ടാരവാതിൽക്കൽ കാവൽക്കാരനായി സ്വയം മാറി. മഹാബലിയോട് വിഷ്ണു ഭഗവാനുള്ള സ്നേഹത്തിന് ഇതിനേക്കാൾ വലിയ തെളിവുണ്ടോ? അത്രയും സ്നേഹമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭഗവാൻ മഹാബലിയെ പരീക്ഷിച്ചത്? ജീവിതത്തിലെല്ലാം അനുകൂലമായി നിൽക്കുമ്പോൾ സന്തോഷവും സമാധാനവുമുള്ള നല്ല കാലത്ത് നന്മ ചെയ്യാനും ഈശ്വരവിശ്വാസിയാകാനും എളുപ്പമാണ്. എന്നാൽ എല്ലാം കൈവിട്ടു പോകുന്ന ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ഒരാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത്. തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഈശ്വരനാണെന്നും തന്റെ രാജ്യമടക്കം സർവസ്വം നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും മഹാബലി കൊടുത്ത വാക്ക് പാലിച്ചു. യാതൊരു പരാതിയുമില്ലാതെ സ്വന്തം ശിരസ് കുനിച്ചെടുത്തു. ആ കടുത്ത പരീക്ഷണത്തിൽ പതറാതെ നിന്നതുകൊണ്ടാണ് മഹാബലിക്ക് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചത്. ഈശ്വരൻ നല്ല ഹൃദയമുള്ളവരെ പരീക്ഷിക്കുന്നത് അവരെ തകർക്കാനോ ദ്രോഹിക്കാനോ അല്ല, മറിച്ച് അവരുടെ വിശ്വാസത്തിന്റെ മാറ്റുകൂട്ടാനാണ്. ദുർഘടമായ സമയത്ത് മാത്രമാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവവും ഈശ്വരനോടുള്ള നമ്മുടെ യഥാർത്ഥ ഭക്തിയും എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കപ്പെടുന്നത്. എല്ലാവരുടെയും സംശയങ്ങൾ മാറിയില്ലേ? നിനക്ക് ഇത്രയും ബുദ്ധി വിവരമൊക്കെ ഉണ്ടായിരുന്നോ? ഞാനിത് അറിയാതെ പോയല്ലോ. സത്യം, ഇവന് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട്. ഇവന് ഇങ്ങനൊരു അമ്മാവനുള്ളപ്പോ ഇത്രയും വിവരം വെച്ചതിൽ അത്ഭുതമൊന്നുമില്ല. അയ്യോ, ഞാൻ വിവരം വെക്കാനുള്ള കാരണക്കാരൻ ഇദ്ദേഹമാണ്. പാറു വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഇത്തവണത്തെ ഓണം പൊളിയെന്ന് ഞാൻ കരുതിയത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സർപ്രൈസ് അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്ത് സർപ്രൈസ്? നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? എന്റെ റബ്ബേ, നീ വീണ്ടും മറന്നോ? പാറുവിന്റെ ചേച്ചി ലക്ഷ്മി നാളെ ഹോസ്റ്റലിലേക്ക് വരുന്ന കാര്യം നീതും ഭൂമിക മാഡം കൂടെ പ്ലാൻ ചെയ്തതല്ലേ? ആ അതെ അതെ, ഇപ്പഴാ ഓർമ്മ വന്നത്. ആ, അപ്പൊ പാറുവിന്റെ ചേച്ചി കെട്ടിയെടുക്കുന്നോണ്ടായിരിക്കും നമ്മളെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. നമ്മളിവിടെ കിടന്ന് നടുവൊടിഞ്ഞ് ഈ ഹോസ്റ്റല് മുഴുവൻ വൃത്തിയാക്കുമ്പോ ആ പാറു അവിടെ കൈലാഷ് സാറിന്റെ വീട്ടില് ഓണാഘോഷിച്ചോണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു പട്ടിക്കാട്ടുകാരി വരുന്നതിന് നമ്മളെന്തിനാ കഷ്ടപ്പെടുന്നേ? അവള് താമസിക്കുന്ന ചാണകക്കുഴിക്കാളും വൃത്തിയുണ്ടാവും നമ്മുടെ ടോയ്ലറ്റിന്. ആ പാറുന്റെ ചേച്ചിയോടെ അവിടെ കിടന്നുറങ്ങാൻ പറ. നിനക്ക് പാവങ്ങളെ പുച്ഛാണല്ലേടി? നിന്നെ എന്ന് ഞാൻ ശരിയാക്കും. എന്താ ഇവിടെ ഒരു ബഹളം? ഇത് കണ്ടോ മാഡം, ഇവരെന്നെ തല്ലി. അയ്യോ, ഹോസ്റ്റല് വൃത്തിയാക്കാതെ നിൽക്കുന്ന കണ്ടപ്പോ ജോലി ചെയ്തില്ലെങ്കിൽ മാഡം വഴക്കു പറയുമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. അത് ഇഷ്ടപ്പെടാതെ ഇവരെന്നെ തല്ലിയത്. എന്താ ഇവിടെ നടക്കുന്നത്? ഒരു പാവം കുട്ടിയെ രണ്ടുപേരും ചേർന്ന് തല്ലാൻ നാണോ ഇല്ലേ? അയ്യോ മാഡം, ഇവളാ ഞങ്ങളെ തല്ലിയത്. ഈ പാവം ഒറ്റയ്ക്ക് നിങ്ങൾ രണ്ടുപേരും തല്ലിയെന്ന് ഞാൻ വിശ്വസിക്കണം. ഈ ഹോസ്റ്റലിൽ അച്ചടക്കം ഇല്ലാതെ പെരുമാറിയ അതിനുള്ള ശിക്ഷ എന്തായാലും കിട്ടും. നിങ്ങൾ ആരും ഇനി ജോലി ചെയ്യണ്ട. ഈ ഹോസ്റ്റൽ മുഴുവൻ ഇവര് രണ്ടുപേരും കൂടി വൃത്തിയാക്കിക്കോളും. മാഡം, മിണ്ടാതെ ജോലി ചെയ്യാൻ നോക്ക്. വൈകുന്നേരത്തിനുള്ളിൽ ഈ ഹോസ്റ്റൽ മൊത്തം വൃത്തിയാക്കിക്കോണം.
ചേട്ടാ ദാ വേഗം തുടങ്ങിക്കോ. പിടിക്കടി. പോവാ. ആ പാർവതിയും അവളുടെ വീട്ടുകാരെ സുഖിപ്പിക്കാൻ വേണ്ടിയാ നമ്മളിട്ടിങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഇപ്പൊ തന്നെ മുക്തയെ വിളിച്ച് കാര്യം അറിയിക്കണം. എന്താടി? ഈ ഓണം പാറുവിന്റെ കൂടെ ആഘോഷിക്കാൻ അവളുടെ ചേച്ചി ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ട്. നിന്നോട് ഇതാരാ പറഞ്ഞേ? മീര. ലക്ഷ്മി വരുന്നത് പ്രമാണിച്ചാണ് നമ്മളെ കൊണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കിപ്പിക്കുന്നത്. പാറുവിനെ ഒന്നും അറിയിക്കാതെ സർപ്രൈസ് കൊടുക്കാനാ ഇവിടെ ഉള്ളവരുടെ പ്ലാൻ. ഇവിടെ കയറി വന്ന് അവൾ എന്റെ ഓണം കുളമാക്കി. അതുപോലെ പാർവതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ നടത്താൻ പോകുന്ന ഓണാഘോഷം ഞാനും കുളമാക്കി കൊടുക്കും. അത് കേട്ടാ മതി. എന്താ നിന്റെ പ്ലാൻ? വേഗം പറ. എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട. വെച്ചിട്ട് പൊടി. എന്താ മോളെ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? ആ പാർവതി കാരണം ഞാൻ എന്തൊക്കെ സഹിക്കേണ്ടി വരുന്നു എന്ന് ആലോചിക്കുമ്പോ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. നീയല്ലേ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കരുതെന്ന് പറഞ്ഞത്? അത് അവളും പ്രിയനും തമ്മിൽ ഒരുമിക്കാനുള്ളൊരു വഴി ഒരുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ആ അവസരം ഉപയോഗിക്കുന്നതിന് പകരം അവൾ അവർ തമ്മിലുള്ള പ്രോബ്ലംസ് കൂടുതൽ വഷളാക്കുക ചെയ്യുന്നേ. എന്നാലും പാർവതി എന്തിനായിരിക്കും അവളിൽ നിന്നും പ്രിയനെ അകറ്റി നിർത്തുന്നേ? അവര് തമ്മില് വലിയ ആത്മാർത്ഥ പ്രണയമായിരുന്നില്ലേ? പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം സംഭവിച്ചത്? ആന്റിക്ക് സംശയം തോന്നി തുടങ്ങി. നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ? ഇതൊക്കെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? അവര് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കത് പരിഹരിക്കാൻ പറ്റൂ. ഞാൻ അന്വേഷിക്കാം ആന്റി. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയം? പ്രായത്തിന്റെ ആവശ്യത്തിലായിരിക്കും പാർവതി പ്രിയനെ പ്രേമിച്ചത്. ആവേശം തീർന്നപ്പോ അവള് കാണിച്ചത് വലിയ അബദ്ധമായി പോയിന്ന് തിരിച്ചറിവുണ്ടായി കാണും. കൈലാഷിനെ വേണ്ടാന്ന് വെച്ച് അവള് നിരസിച്ചത് കോടികളല്ലേ. പ്രിയനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് വലിയ മണ്ടത്തരായി പോയിന്ന് പാർവതിക്ക് തോന്നിക്കാണും. ഇനി പെട്ടെന്ന് കൈലാഷിന്റെ അടുത്തേക്ക് തിരിച്ചു പോയാ അവളെ അവൻ സ്വീകരിക്കുമെന്നുള്ള പേടി പാർവതിക്കുണ്ടാവും.